നിന്നിലലിയ രചന ആഷ്ലി, അവതരണം സാലിം കരുള. എന്താ സാറേ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? വേണം ജാനകി, ഇങ്ങനൊരു മാറ്റപ്പ് എനിക്ക് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയാണോ ഞാനിതെല്ലാം ഉപേക്ഷിച്ച് വന്നത്? അല്ലെങ്കിൽ ആര് നന്നായി ജീവിക്കാൻ വേണ്ടിയാണോ ഞാൻ എൻ്റെ ജീവിതം വേണ്ടെന്ന് വെച്ചത്? അതൊക്കെ ഇപ്പം ചിന്ന ഭിന്നമായി തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിതിനൊരു തീരുമാനം എടുക്കണം. അതിനു വേണ്ടിയാ ഈ പോക്ക്. സേഫ് ഹോമിന്റെ ഓഫീസ് റൂമിൽ ഇരിക്കുകയാണ് സാറയും ജാനകി ടീച്ചറും. സാറ തൽക്കാലത്തേക്ക് അവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞതിന്റെ കാരണം തിരക്കുകയാണ് ജാനകി. അപ്പോ ഇപ്പൊ തന്നെ നീ കേരളത്തേക്ക് പോവാണോ സാറ? ഇല്ല, ഉടനെ ഇല്ല. ആദ്യം എനിക്ക് എൻ്റെ മക്കളെ രണ്ടുപേരും ഒന്നിപ്പിക്കണം. അതിന് ഞാൻ വേണം അവരുടെ കൂടെ. അതിനു വേണ്ടിയാ ഇവിടുന്ന് ഇപ്പൊ മാറുകയാണെന്ന് പറഞ്ഞത്. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് അവിടെ കാര്യം ചെയ്യാൻ പറ്റില്ല ജാനകി. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എങ്കിലും പറയുക, പെട്ടെന്ന് നീ പോയാ ഇവിടുത്തെ കാര്യങ്ങൾ തകരും. അതുകൊണ്ട് കേരളത്തിലേക്ക് പോകും വരെ ഇവിടെ ഒന്ന് വന്നു പോയി നിൽക്കണം നീ, കേട്ടോ? ജാനകി അപേക്ഷ കണക്കെ പറഞ്ഞു സാറത് സമ്മതിച്ചു. പെട്ടെന്ന് സാറയുടെ ഫോൺ റിങ് ചെയ്തു. പരിചയമില്ലാത്ത നമ്പർ കണ്ടതും അവരൊരു സംശയത്തോടെ കോൾ എടുത്തു. ഹലോ, സാറായിസക്കല്ലേ? അതെ, സാറയാണ് സംസാരിക്കുന്നത്. മോൾ ആരാ? ഒരു പെൺകുട്ടി സംശയത്തോടെ മറുപുറത്തിൽ നിന്ന് ചോദിക്കുന്നതിന് സാർ ഒരു ചിരിയോടെ മറുപടി പറഞ്ഞു. ഞാൻ അഹാന എബ്രഹാം, മുംബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. മറുപുറത്ത് നിന്നും വന്ന വാക്ക് കേട്ട നെടുക്കത്തിൽ സാറയുടെ മുഖത്ത് പുഞ്ചിരി ഒരു നിമിഷം മാഞ്ഞു. അഹാന, അനുക്കുട്ടി, അവളാ തന്നെ വിളിക്കുന്നത്? സാറയിൽ പരിഭ്രമം നിറഞ്ഞു. പേര് പറഞ്ഞപ്പോൾ എന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പറയാനാ ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ എന്തിനാ എൻ്റെ പപ്പയെ വിളിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത്. സൂസി എന്ന് നിങ്ങളെ ചേച്ചി തകർത്ത് കളഞ്ഞ മനുഷ്യനാ എൻ്റെ പപ്പ. ആ പപ്പയെ നിങ്ങൾ വിളിക്കണമെങ്കിൽ അത് നിങ്ങളുടെ സഹോദരിക്ക് വേണ്ടിയായിരിക്കുമല്ലോ. അതുകൊണ്ട് അത് വേണ്ട. സൂസിക്ക് വേണ്ടി വക്കാലത്ത് പറയാനായി നിങ്ങൾ എൻ്റെ പപ്പയെ ഇനി കോണ്ടാക്ട് ചെയ്ത ഈ അഹാന എബ്രഹാം ആരാണെന്ന് നിങ്ങൾ അറിയും. മോളെ വെക്കരുത് പ്ലീസ്. ഒരു നിമിഷം എനിക്ക് പറയാനുള്ളത് കൂടി മോള് കേൾക്കണം. ഒരു താക്കീത് പോലെ അഹാന പറയുന്നത് കേട്ട സാർ അപേക്ഷ കണക്കെ വേഗം അവളോട് ചോദിച്ചു. കഴിഞ്ഞ 27 കൊല്ലമായിട്ട് എനിക്ക് എൻ്റെ സഹോദരി സൂസിയുമായിട്ട് ഒരു ബന്ധമില്ല. അവളെ ഈ കാലത്തിനിടയ്ക്ക് ഞാൻ ഒന്നും കണ്ടിട്ട് കൂടിയില്ല. പിന്നെ എബിച്ചായനെ ഞാൻ വിളിച്ചത് അവൾക്ക് വേണ്ടിയല്ല. പിന്നെ ആന സംശയത്തോടെ ചോദിച്ചു. ഞാനിപ്പോൾ ചെന്നൈയിലാണ് മോളെ. കഴിഞ്ഞ 3 വർഷമായി നീ എൻ്റെ ഒപ്പാണ്. ഇപ്പോൾ നിന്റെ സഹോദരൻ ആൽഫിയും. സാറ പറഞ്ഞത് കേട്ടത് മനുവിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. സത്യാണ് ആൻറ്റി, അവർ രണ്ടുപേരും തമ്മിൽ കണ്ടോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. സത്യാണ് മോളെ പറഞ്ഞത്. ആൽഫി നീയും തമ്മിൽ കണ്ടു. പക്ഷേ നീ ആൽഫിക്ക് മാപ്പ് നൽകാൻ തയ്യാറല്ല കുട്ടി. അതിന് കാരണം മോൾക്കറിയാലോ. എനിക്കറിയാം. അതിന് ഞാനൊരു കാരണക്കാരി ആൻറ്റി. പക്ഷെ അവരൊന്നിക്കണം. ആൻറ്റി സഹായിക്കില്ലേ? ഉറപ്പായും മോളെ. അതിനു വേണ്ടിയാ ഞാൻ എബിച്ചാനെ വിളിച്ചത്. ആൽഫിയെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടപ്പോഴാണ് ആൽഫി എബിച്ചായൻ്റെ മകനാണെന്ന് ഞാൻ അറിയുന്നത് തന്നെ. അല്ലാതെ സൂസിക്ക് വേണ്ടിയല്ല ഞാൻ വിളിച്ചത്. സോറി ആൻറ്റി. പെട്ടെന്ന് ആൻറ്റി ആരണമെന്ന് അറിഞ്ഞപ്പോൾ ആ സ്ത്രീയോടുള്ള ദേഷ്യം കൊണ്ട് അറിയാതെ പറഞ്ഞതാ ഞാൻ. അവരുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു. കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എടുത്തുചാട്ടാവും എനിക്ക്. എൻ്റെ ആ എടുത്തുചാട്ടം തന്നെയാ ഞങ്ങൾ കുറച്ച് പേരുടെ ജീവിതം ഇങ്ങനെ തകരാൻ കാരണം. അനുവിഷമത്തോടെ പറയുന്നത് കേട്ടതും സാറക്കും സങ്കടം വന്നു. ഇടറുന്ന ശബ്ദത്തിലൂടെ തന്നെ അവളുടെ വേദന സാറക്ക് മനസ്സിലായി. മോള് വിഷമിക്കാതെ, എല്ലാം നമുക്ക് ശരിയാക്കാം. ആൻറ്റി ഉണ്ടാവും ഇനി എന്തിനും, കേട്ടോ? പിന്നെ ഞാനുമായി സംസാരിച്ചത് പപ്പയോട് മോളിപ്പോൾ പറയണ്ട. അതെന്താ ആൻറ്റി? അത് വേണ്ട മോളെ. എൻ്റെ മോളിപ്പോൾ മനസ്സിലാക്കിയതുപോലെ എബിച്ചായനെ അംഗീകരിക്കണമെന്നില്ല. സൂസിയോടുള്ള ദേഷ്യം എന്തായാലും എന്നോടും ഉണ്ടാവും. പിന്നെ കുറേ കാര്യങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. എബിച്ചായ മാത്രമല്ല, തൽക്കാലം നമ്മൾ തമ്മിൽ സംസാരിച്ചത് വേറെ ആരോടും മോള് പറയരുത്. സാറ പറഞ്ഞത് ശരിയാണെന്ന് അനുവിന് തോന്നി. അവൾ ആരോടും പറയില്ലെന്ന് അവൾക്ക് പ്രോമിസ് ചെയ്തു. അനുവിലൊരു പിടിവള്ളി കിട്ടിയതുപോലെ സാറയും. 2 ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോയി. ആൽഫി എന്നൊരാൾ കൂടി ആ വീട്ടിലില്ലാത്തതുപോലെയാണ് നിയയുടെ പെരുമാറ്റം. ആൽഫി പിന്നെ ഈ ദിവസങ്ങളിൽ ഒന്നിനു വേണ്ടിയിട്ടും നിയക്കടുത്തേക്ക് ചെന്നില്ല. തമ്മിലൊരു സംസാരത്തിന് പോലും അവനിന് അവസരം ഉണ്ടാക്കില്ല. മോളുടെ അരികെ മാത്രമായിരുന്നു. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ഇപ്പോൾ ആൽഫി മതി. ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ പപ്പ വേണം. നിയക്കത് കാണുമ്പോൾ നല്ല സങ്കടവും അതിലൊരു കുശുമ്പും വരുമെങ്കിലും തൻ്റെ കുഞ്ഞിന് ഇതുവരെ അന്യമായ അച്ഛൻ്റെ സ്നേഹവും വാത്സല്യമാണല്ലോ അവൾക്കിപ്പോൾ ലഭിക്കുന്നതെന്ന് ഓർത്ത് അവൾ മിണ്ടാതിരുന്നു. സാറയും നിത്യവും വന്ന് പോയി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു.
ഇതിനിടയിൽ വിനുവും ആൽഫിയും നീയെ കാണാതെ കാര്യമായി സംസാരിച്ചും ശിവയുമായി അവിടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടേ നടന്നു. നീയെ രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ ഒരുങ്ങുകയാണ്. ഇന്നുകൂടി പോകാതിരുന്നാൽ ശരിയാവില്ല. എങ്കിലും സാറിനോട് നേരിട്ട് കണ്ട് കുറച്ച് ദിവസത്തെ ലീവ് കൂടി ചോദിക്കാനാണ് അവൾ പോകുന്നത്. സാറമ്മേ, മാക്സിമം ഞാൻ നേരത്തെ വരാൻ നോക്കാം. എങ്കിലും ഞാൻ വരുന്നതിന് മുന്നേ കുഞ്ഞ് എഴുന്നേൽക്കുകയാണെങ്കിൽ അവൾക്ക് കുറുക്കോ മറ്റും ഉണ്ടാക്കി കൊടുക്കണേ. എൻ്റെ നീ അത് എന്നോട് പ്രത്യേകം ഇങ്ങനെ പറയണോ? ഞാൻ ചെയ്തോളാം. നീ വന്നിരുന്ന് കഴിക്കാൻ നോക്ക്. വാ. മുറിയിൽ നിന്നിറങ്ങി പറഞ്ഞുകൊണ്ട് വരുന്ന നീയെ നോക്കി സാറ പറഞ്ഞു. നീ എന്ന് ഓഫീസിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സാറ രാവിലെ ഫ്ലാറ്റിലെത്തിയിരുന്നു. നീയെ ഓടിച്ചെന്ന് ഡൈനിങ് ടേബിളിൽ നിന്നും ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് 2 അപ്പവും ഇത്തിരി കറിയും ഇട്ട് നിന്നുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. ഇരുന്ന് കഴിക്ക് കൊച്ചേ. വേണ്ടമ്മേ, ലേറ്റാവും. അതെന്താ, നിന്ന് കഴിച്ച സമയം പോവില്ലേ? ഈ പിള്ളേരുടെ ഒരു കാര്യം, ഇങ്ങനെ കഴിച്ചാൽ പിന്നെ എങ്ങനെയാ ശരീരത്തിൽ പിടിക്കുന്നത്? നീയുടെ കഴുപ്പ് കണ്ട സാറത്തിൽ ശകാരത്തിൽ പറഞ്ഞു. നീ ഒന്ന് ചിരിച്ചു. ആൽഫി മുറിയിൽ നിന്നിറങ്ങി വരുമ്പോൾ കാണുന്നത് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന നീയാണ്. ഒരു യെല്ലോ കളർ കോട്ടൺ സാരിയും ബ്ലൂ ബ്ലൗസുമാണ് അവളുടെ വേഷം. കുളി കഴിഞ്ഞ് ഈറൻ മുടി ഒരു കുഞ്ഞു ക്ലിപ്പിട്ട് പുറകോട്ട് വിടർത്തിയിട്ടുണ്ട്. ഇടത് കയ്യിലൊരു വാച്ചുണ്ട്. എന്നാൽ അവന് സങ്കടം വന്നത് ഒഴിഞ്ഞു കിടക്കുന്ന അവളുടെ കഴുത്ത് കണ്ടാണ്. ആ കഴുത്തിൽ തൻ്റെ പേരിലുള്ള മിന്നു കെട്ടാൻ അവൻ ഒത്തിരി കൊതി തോന്നി. മോനെ ആൽഫി, വാ കഴിക്കാം. സാർ അവനെ വിളിക്കുന്നത് കേട്ടതും പെട്ടെന്ന് നീയിൽ കണ്ണു മാറ്റി അവൻ ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നു. അപ്പോഴാണ് ശിവയും എത്തിയത്. വാ ശിവ, കഴിച്ചിട്ട് പോകാം. സാറമ്മ ശിവയെ കണ്ട് വിളിച്ചതും നന്നായി, ഇന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു ഞാൻ എന്നും പറഞ്ഞവൻ സന്തോഷത്തോടെ വന്ന് ആൽഫിക്കടുത്തേക്ക് കഴിക്കാനായിരുന്നു. ആഹാ, ഇന്നപ്പം മുട്ടക്കറിയാണോ? കൊള്ളാലോ. ശിവ മേശപ്പുറത്തേക്ക് നോക്കി ചോദിച്ചു. മുട്ടക്കറി നിയമോള് വെച്ചതാ. ഒരു ചിരിയോടെ സാറമ്മ പറഞ്ഞതും അത്രയും നേരം ചിരിച്ചിരുന്ന ശിവയുടെ മുഖം മാറി. എനിക്ക് വേണ്ട സാറമ്മേ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ആൽഫി, ഞാൻ ഇറങ്ങൂടാ. ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ഇരുന്നേരത്തും ചാടി എഴുന്നേറ്റ് ശിവ പുറത്തേക്ക് നടന്നു. നീയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുണ്ടാക്കിയതാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ശിവ കഴിക്കാതെ എഴുന്നേറ്റ് പോയെന്ന് അവൾക്ക് മനസ്സിലായി. കുഞ്ഞിപ്പെണ്ണിനെ കാണുവാനായി വരുമ്പോഴെല്ലാം അവൻ നീയെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. നീ വേഗം തന്നെ കഴിപ്പ് മതിയാക്കി കൈ കഴുകി സോഫയിൽ കിടന്ന അവളുടെ ബാഗും എടുത്ത് ശിവക്ക് പിറകെ പുറത്തേക്ക് ഓടി. ആ മോളെ നീയാ? അവളുടെ ഓട്ടം കണ്ട സാർ അവളെ പിറകേന്ന് വിളിക്കാനായി ആഞ്ഞതും സാറമ്മേ വേണ്ട, ഇവയെ വിളിക്കണ്ട. ആൽഫി അവരെ തടഞ്ഞു. നീ ശിവക്കരികിലേക്കാണ് പോയതെന്ന് അവന് മനസ്സിലായിരുന്നു. ശിവേട്ടാ. ലിഫ്റ്റിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പിറകേന്ന് നീയുടെ വിളി ശിവ കേട്ടത്. തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ നിന്നു അവൻ. ദേഷ്യാണ് ശിവേട്ട എന്നോട്? ഓടി വന്ന് അവൻ അവരിക്കും വന്ന് കണ്ണുകൾ നിറച്ചവൾ ചോദിച്ചതും അവൻ തിരിഞ്ഞവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ആരായിരുന്നടി നിന്റെ? പറ, എന്നെ നീ എന്തായിരുന്നു വിളിച്ചിരുന്നത്? ശിവേട്ടൻ. ദേഷ്യത്തോടെ അവൻ ചോദിച്ചതും വിറക്കുന്ന ചുണ്ടാലം മുഖം താഴ്ത്തി നീയെ പറഞ്ഞു. നിന്നെ ഞാൻ എന്നെ ഏട്ടാന്ന് വിളിപ്പിക്കാൻ പഠിപ്പിച്ചത് അത് നിന്നെ ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടതുകൊണ്ടാടി. എൻ്റെ ആൽഫിയുടെ പെണ്ണായിട്ട് മാത്രമല്ല, എൻ്റെ കുഞ്ഞനിയായിട്ട് ആയിട്ടല്ലടി നിന്നെ ഞാൻ കൊണ്ടു നടന്നത്. അപ്പോ അന്ന് നിനക്കൊരു ആപത്ത് വന്നപ്പോ നിന്റെ ആങ്ങളെ എന്ന സ്ഥാനത്ത് ഞാൻ എന്നൊരാൾ ഉണ്ടായിരുന്നത് ഒരു നിമിഷമെങ്കിലും ഓർത്തോടി. നീ പറ, എല്ലാവരെയും ഉപേക്ഷിച്ച് പോകും മുന്നേ ഒരു വാക്ക് കൊണ്ടുപോലും എന്നെ ഒന്ന് അറിയിക്കാൻ തോന്നിയോടി നിനക്ക്? ഇല്ല. അതിനർത്ഥം ഞാൻ നിനക്ക് ആരുമില്ലായിരുന്നു എന്നല്ലടി. അയ്യോ, അങ്ങനെ പറയല്ലേട്ടാ. ഉള്ളിലെരിഞ്ഞ മുഴുവൻ ദേഷ്യവും വെളിയിൽ വന്ന പോലെ അവൻ അവളോട് കല്ലിച്ചതും അടുത്ത നിമിഷം പൊട്ടിക്കരച്ചിലൂടെ നീ അവന്റെ നെഞ്ചിലേക്ക് പോന്നു. അങ്ങനെയൊന്നും പറയില്ല ശിവേട്ട. എന്റെ ചാച്ചനേക്കാൾ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എന്റെ ശിവേട്ടനെ. അതെല്ലാവരും നഷ്ടപ്പെട്ടപ്പോ എന്നെ ഈ ചായ വരെ തള്ളിക്കളഞ്ഞപ്പോ വിഷമ സഹിക്കാൻ വയ്യാതെ ഇറങ്ങി പോയതാ ശിവേട്ട. ഞാൻ അന്ന് എല്ലാത്തിൽ നിന്ന് ഒളിച്ചോടിയപ്പോ മനപ്പുവോ മറന്നതല്ല, പറ്റിപ്പോയി. ആ സമയത്ത് മനസ്സിൽ ആരും വന്നില്ല. ഒറ്റക്കായത് പോലെയായിരുന്നു ഞാനപ്പോ. പിന്നെ ആര് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതം കൂടി ഞാൻ കാരണം തകരണം നിർത്തും. അല്ലാതെ എനിക്ക് ശിവേട്ടനെ ആരുള്ളെന്ന് പറയല്ലേ. എന്റെ സ്വന്തം ഏട്ടനായിട്ട് തന്നെയാ ഞാൻ ശിവേട്ടനെ കണ്ടത്. തന്നെ ഇറകെ പിടിച്ച് എണ്ണി പറഞ്ഞ് കരയുന്നവളെ കണ്ടതും ശിവക്ക് സങ്കടമായി. കൂടപ്പിറപ്പായി കണ്ടുകൊണ്ട് നടന്നവളാണ്. അവളുടെ കണ്ണീര് മാത്രം ഇങ്ങനെ കാണാൻ തനിക്കാവില്ലെന്ന് അവൻ ഓർത്തു. സാരല്ല, പോട്ടെ. എന്നോട് പറയാൻ നീ പോയതിന് ദേഷ്യമായിരുന്നു നിനക്കിനി ആരില്ലെന്ന് നീ സ്വയം തീരുമാനിച്ചപ്പോ എന്നെ മറന്നു കളഞ്ഞില്ലേ നീ? കുഞ്ഞിപ്പൻ്റെ കാര്യം വരെ മറച്ചു വെച്ചില്ലേ എന്നോട്? അതിൻ്റെയൊക്കെ ദേഷ്യം കൊണ്ടാ ഞാൻ അത്രയും പറഞ്ഞത്. പോട്ടെ, എനിക്കറിയണ്ട. അവളെ തിരികെപ്പെടുന്ന അവളുടെ പുറത്ത് ആശ്വാസം പോലെ താലോടി പറഞ്ഞു അവൻ. അവന്റെ വാക്കുകളിൽ അവളിലും ആശ്വാസമേകി. പതി അവളുടെ കരച്ചിൽ കുറഞ്ഞു വന്നു. രണ്ടുപേരിലും ബാക്കിയായ സങ്കടം അവിടെ തിരികെയായിരുന്നു.
ശിവയും നീയും നിൽക്കുന്നതിന് കുറച്ചു മാറി അവരെ നോക്കി ആൽഫിയും നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളവും ആ കാഴ്ച കണ്ട് തണുത്തു.